അങ്ങനെ ഫൈനലി ഫ്രം സീസൺ 3 കണ്ടു തീർത്തു. ജോൺ ഗ്രിഫിൻ ക്രിയേറ്റ് ചെയ്ത ഒരു അമേരിക്കൻ സൈഫൈ ഹൊറർ ത്രില്ലർ സീരീസ് ആണിത്. ഇന്ന് ഫ്രമിനെ കുറിച്ച്. ആദ്യം തന്നെ സീസൺ 3 കാണാൻ വേണ്ടി ഫ്രമിന്റെ ആദ്യത്തെ 2 സീസൺ ഉറപ്പായിട്ടും കാണണം, ഇല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഞാൻ പലപ്പോഴും കാണണം എന്ന് വിചാരിച്ചിട്ട് മാറ്റിവെച്ച ഒരു സീരീസ് ആണ് ഫ്രം. ഇത്തവണ സീസൺ 3ക്ക് മുമ്പ് ഫസ്റ്റ് 2 കണ്ടു തീർക്കണം എന്ന് വിചാരിച്ചു, ബട്ട് പറ്റിയില്ല. ഇപ്പൊ 3 സീസണും കൂടെ ഒരുമിച്ച് കണ്ടു തീർക്കുകയായിരുന്നു. കാടിനോട് ചേർന്നുള്ള വളരെ ദുരൂഹത നിറഞ്ഞ ഒരു ചെറിയ ടൗൺ. ആ ടൗണിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അവിടെ വന്നവരാരും പുറത്തു പോകില്ല. അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ അകപ്പെട്ടു പോയ അവസ്ഥ. അവിടേക്ക് ടബിതയും കുടുംബവും ഒരു വാനിൽ ഫാമിലി ട്രിപ്പിൽ വന്നെത്തുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സീരീസ് പറയുന്നത്. എന്റെ അഭിപ്രായത്തിൽ സീസൺ 1 ഗംഭീരമാണ്, ഒട്ടും ബോറടിപ്പിക്കില്ല, ത്രില്ലിംഗ് ആൻഡ് എൻഗേജിംഗ് ആണ്. ഒരു എപ്പിസോഡ് പോലും ഒരു ലാഗോ ഒന്നും ഫീൽ ചെയ്യില്ല. സെക്കൻഡ് സീസണിൽ കുറച്ച് അവിടെയൊക്കെ വലിച്ചു നീട്ടുന്ന പോലെ ഒരു ഫീൽ വന്നു. പക്ഷെ ഞാൻ ക്യാരക്ടേഴ്സിനോട് ഇമോഷണലി എൻഗേജ് ആയതുകൊണ്ട് ആ ഒരു ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് സീസൺ 2 അന്യായ എൻഡിങ് ആയിരുന്നു, കിടലനായിരുന്നു. സീസൺ 3 പെട്ടെന്ന് കാണണമെന്നുള്ള ഒരു ഫീൽ തോന്നിച്ചു. ഇനി തേർഡ് സീസണെ കുറിച്ച് പറയാം. പിടിതരാതെ പോകുന്ന ഇതിന്റെ കിടിലൻ മിസ്റ്ററിയാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് അത് തന്നെ പറയാനുള്ളത്. ഫസ്റ്റ് സീസണിൽ ഫാസ്റ്റ് പേസിൽ പോയിരുന്നെങ്കിൽ അതിൽ നിന്നും സെക്കൻഡ് ആൻഡ് തേർഡ് സീസണിൽ എത്തുമ്പോൾ പേസ് ഒന്ന് മാറിയിട്ടുണ്ട്, സ്ലോ പേസ്ഡ് ആയിട്ടുണ്ട്. സ്റ്റിൽ എൻഗേജിംഗ് ആയിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പേഴ്സണലി എനിക്ക് സ്ലോ ബേണിംഗ് ത്രില്ലേഴ്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആസ്വദിച്ച് തന്നെയാണ് കണ്ടത്. ആക്ച്വലി ഇതിന്റെ ഒരു പോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇതൊരു ഇമ്മീഡിയറ്റ് ആൻസറോ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും പിടിതരാതെ ഇങ്ങനെ പോവുകയുള്ളൂ എന്ന്. ബട്ട് ആദ്യത്തെ 2 എപ്പിസോഡ് ആൻഡ് ക്ലൈമാക്സിലെ 2 എപ്പിസോഡ് ഒരുപാട് ഹാപ്പനിങ് ഉള്ളതായിരുന്നു, ഫാസ്റ്റ് പേസ്ഡ് ആയിരുന്നു. ക്ലൈമാക്സ് എപ്പിസോഡ് കിടലിനായിരുന്നു. ലാസ്റ്റ് വന്ന ആ ഒരു പ്രായമുള്ള മഞ്ഞപ്പൂ അത് അൺഎക്സ്പെക്ടഡ് തന്നെയായിരുന്നു. കഥയുടെ വലിയൊരു സ്ട്രെങ്ത് ഒരുപാട് ഹൊറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നതിനിടയിലും എങ്ങനെ ഇവരെല്ലാവരും ഒത്തുചേർന്ന് ഒരു ഫാമിലി പോലെ പരസ്പരം സ്നേഹിച്ചും കെയർ ചെയ്തും മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. സോ ഒരുപാട് ഇമോഷണലി നമ്മൾ കണക്ട് ആവുകയും ചെയ്യും. ഇപ്പം എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സീനാണ് സീസൺ 1 ജെയ്ഡ് ടിയാൻ ചെന്നിനോട് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അവരെയും കൂടെ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന ആ ഒരു സീന്. അതുപോലെ തന്നെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള പലരും വെറുക്കുന്ന ക്യാരക്ടേഴ്സിനെയും നമ്മൾ പോകെ പോകെ കൂടുതൽ ഇഷ്ടപ്പെടും എന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ സേറ അല്ലെങ്കിൽ ജെയ്ഡ് എന്നിവര് അവരുടെ ഒരു ക്യാരക്ടർ ആർക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. ഫസ്റ്റ് സീസണിൽ നിന്നും സീസൺ 2 വരുമ്പോൾ സാറയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ഒരു സങ്കടമൊക്കെ തോന്നി. പുള്ളിക്കാരിയോട് ഒരു സൈക്കോയാണ്, സ്റ്റിൽ മറ്റുള്ളവരെ അവളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് അവളോടൊരു സപ്പോർട്ടൊക്കെ ചെയ്യാൻ തോന്നി. അതുപോലെ തന്നെ ജെയ്ഡ്, അയാൾക്കും ഈ 2-3 എപ്പിസോഡുകളിൽ ഉണ്ടായ ചേഞ്ച് ഭയങ്കര രസമാണ്. ക്യാരക്ടർ ആർക്കും നല്ല രസമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അതുപോലെ തന്നെ പയ്യെ ടബിതയും ഇഷ്ടപ്പെട്ടു തുടങ്ങി. പിന്നെ എന്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആണ് കെന്നി, ഡോണ, വിക്ടർ, എയ്തൻ, ടിയാൻചൻ, ജൂലി എന്നിവര്. ഈ ക്യാരക്ടേഴ്സിന് ഒന്നും പറ്റരുതെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതേസമയം ബോയ്ഡ് എന്ന കേന്ദ്ര കഥാപാത്രത്തോട് പല സമയത്തും എനിക്ക് പേഴ്സണലി ഒരു ദേഷ്യം അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാത്തിമയുടെ കെട്ടിയവൻ നമ്മുടെ എല്ലിസ്, റാൻഡൽ, പിന്നെ ഗേൾ ഫ്രണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റി ഉൾപ്പെടെ ബാക്കിയുള്ള മിക്ക ആൾക്കാരോടും ചിലപ്പോൾ എനിക്ക് പേഴ്സണലി ദേഷ്യം അല്ലെങ്കിൽ ഇറിറ്റേഷൻ തോന്നിയിട്ടുണ്ട്. ഈ ഒരു ഇമോഷൻസ് ഫീൽ ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ട കാരണം ആ കഥാപാത്രങ്ങളായിട്ട് വന്ന താരങ്ങളുടെ ആക്ടിങ് കൊണ്ടാണ് കേട്ടോ. ഹാരോൾഡ് പെരീനോ, സ്കോട്ട് മെക്കോർഡ്, കാറ്റലിന സാന്റിനോ, എലിസബത്ത് സാൻഡേഴ്സ്, ഡേവിഡ് ആൽപെ, ഏവരി കോൺറാഡ്, ആയോൺ ബെയ്ലി, ഹേന ജെർമി, റിക്കി ഹീം, പെഗ ഗഫൂരി, കോട്ടിയൻ, ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന. എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആണ്. ടെക്നിക്കൽ സൈഡിലും ഇതിന്റെ ക്യാമറ, ലൊക്കേഷൻ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് ഡിസൈൻ, പ്രൊഡക്ഷൻ ഡിസൈൻ ഉൾപ്പെടെ എല്ലാം ടോപ്പ് നോച്ച് ആണ്. ആ ഒരു കേസര എന്നുള്ള ടൈറ്റിൽ സോങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ പോപ്പുലാരിറ്റി ഇതിന്റെ മേക്കേഴ്സ് മാക്സിമം ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ്. ആ ഒരു മെയിൻ മിസ്റ്ററി അതിങ്ങനെ ഇച്ചിരി ആയിട്ട് ഓരോ സീസണിലും പുറത്ത് വിട്ടിട്ട് അവരിത് വേണമെങ്കിൽ 5-10 സീസൺ ആക്കി ഇങ്ങനെ വലിച്ചു നീട്ടും. ഈ സീസണിൽ തന്നെ കഥയിൽ അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ സീസണിലും പ്രധാനപ്പെട്ട കഥയുണ്ട് ഉറപ്പാണ്. പക്ഷെ ആ ഒരു മെയിൻ കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ തിരികെ കയറ്റിയിരിക്കുന്നു. എന്നിട്ട് മലയാളം സീരിയൽ പോലെ ഇപ്പോൾ 45-50 മിനിറ്റുള്ള എപ്പിസോഡ് ആണെങ്കിൽ അതിൽ 20 മിനിറ്റ് മാത്രമായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുള്ളത്. ക്യാരക്ടർ ഡ്രിവൺ സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ്. പക്ഷെ പ്രേക്ഷകരെ ബോറടിപ്പിക്കാൻ പാടില്ലല്ലോ. ഇപ്പോൾ ഡാർക്ക് ഒക്കെ ഇപ്പൊ ഇതുപോലെ പല സീസൺ കാണുമ്പോഴും ഇങ്ങനെ വലിച്ചു നീട്ടലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു ഓരോ നിമിഷവും. അതുപോലെ ഫസ്റ്റ് സീസണിൽ നമുക്ക് തോന്നുന്ന ആ ഒരു ഭയം പിന്നെയുള്ള സീസണുകളിൽ തീരെ ഇല്ലാണ്ടായിട്ട് അതിങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഹൊററിനേക്കാൾ കൂടുതൽ ഡ്രാമയാണ് ഇതിന് കൂടുതലായിട്ടുള്ളത്. സ്റ്റിൽ ആ ഒരു മിസ്റ്ററി നമ്മളെ ഇത് കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഈ ഫുൾ മിസ്റ്ററിക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഫൈനൽ സീസണും കഴിയേണ്ടി വരും തോന്നുന്നു. അതിന് ചിലപ്പോൾ ഇനി ഒരുപാട് കാലം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആകെ മൊത്തം ടോട്ടലി നല്ല സീരീസ് ആണ്, എൻഗേജിംഗ് ആണ്, എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. കിടു മിസ്റ്ററിയാണ് ഇതിനുള്ളത്. ഫസ്റ്റ് സീസൺ ഗംഭീരം, സെക്കൻഡ് സീസൺ നൈസ്, തേർഡ് സീസൺ ഡീസന്റ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ആമസോൺ പ്രൈമിൽ കാണാം. ഇംഗ്ലീഷും ഹിന്ദി ഡബിംഗ് അവൈലബിൾ ആണ്. ഒരു സീസണിൽ 10 എപ്പിസോഡുകളാണുള്ളത്. അങ്ങനെ ആകെ മൊത്തം 30 എപ്പിസോഡുകളാണ് നിലവിലുള്ളത്. കുട്ടികൾക്ക് കാണാമായിരിക്കും. ഇതിലും ഭീകരമായിട്ടുള്ളതൊക്കെ പിള്ളേർ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സീസൺ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ.
അപ്പോൾ ശരി.